ആദിവാസി കുടുംബത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി ലീഗ് നേതാവ്. മുട്ടിൽ പഞ്ചായത്ത് തെറ്റുംപാടി ഉന്നതിയിലെ വി കുമാരന് സർക്കാർ അനുവദിച്ച വീട് നിർമ്മാണ തുകയിലാണ് തട്ടിപ്പ് നടന്നത്. ആദ്യ ഗഡുവായ 90,000 രൂപയാണ് ലീഗ് നേതാവ് അഷ്റഫ് ചിറക്കൽ തട്ടിയെടുത്തത്. 2022 ഫെബ്രുവരിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ പണിയ സമുദായത്തിൽപ്പെട്ട കുമാരന് 4 സെന്റും വീടും സർക്കാർ അനുവദിച്ചു. യൂണിയൻ ബാങ്കിന്റെ കൽപ്പറ്റ ബ്രാഞ്ചിലായിരുന്നു കുമാരന് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. ഇവിടെ കുമാരനെയും കൂട്ടിയെത്തി അഷ്റഫ് ചില ഫോമുകളിൽ ഒപ്പുവെപ്പിച്ചു. സ്വന്തം മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തു. 2022 നവംബർ 3-ന് കുമാരന്റെ അക്കൗണ്ടിലേക്ക് ആദ്യ ഗഡുവായ 90,000 രൂപയെത്തി. 5 തവണകളായി തുക അഷ്റഫ് തന്റെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോട്ടത്തറ ബ്രാഞ്ചിലേക്കുള്ള അക്കൗണ്ടിലേക്ക് മാറ്റി. എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടുണ്ടോയെന്ന് VO സാർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അക്കൗണ്ടിൽ പോയി പൈസ നോക്കുമ്പോഴത്തേന് എൻ്റെ അക്കൗണ്ടിലുള്ള പൈസ ഫുള്ളും വലിച്ചു പോയെന്നാണ് അവർ ബാങ്കുകാർ പറഞ്ഞത്. കമ്പളക്കാട് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അസർപ്പ് എന്ന് പറഞ്ഞ മെമ്പറെ പേരിലേക്കാണ് അക്കൗണ്ടിലേക്കാണ് ഈ പൈസ പോയിരിക്കുന്നത്. അന്നേരമൊക്കെ ഞങ്ങൾ വീടിൻ്റെ പണി ചോദിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞ് പണ്ടെത്തുമ്പോൾ വീട് എടുത്ത് തരാമെന്നൊക്കെ മൂപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത മാർച്ചിൽ ഭവന പദ്ധതി ലാപ്സാകുമെന്ന് കണ്ടതോടെ അഷ്റഫ് കുമാരന് മുട്ടിൽ കരിങ്കണ്ണിക്കുന്നിൽ ലഭിച്ച സ്ഥലത്ത് വീടിന്റെ അടിത്തറ നിർമ്മാണം തുടങ്ങി. പിന്നീട് പണം വന്നോ എന്ന് അന്വേഷിക്കാനായി കുമാരൻ ബാങ്കിലെത്തിയപ്പോഴാണ് 2 വർഷം മുൻപ് പണം അനുവദിച്ചതും തുക അഷ്റഫ് തട്ടിയെടുത്തതും അറിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗുണഭോക്താക്കൾ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവരുടെ അക്കൗണ്ടിലേക്ക് ആദ്യ ഗഡു വന്നിട്ടുണ്ടെന്നും ഈ 90,000 രൂപ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നമ്പറിലേക്കാണ് മാറിയിട്ടുള്ളത്, ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക അഴിമതിയാണ് മുട്ടിൽ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത്. സംഭവത്തിൽ കളക്ടർക്കും പ്രൊജക്ട് ഓഫീസർക്കും കുമാരൻ പരാതി നൽകിയിട്ടുണ്ട്. അനൂപ് കയാർ, കൈരളി ന്യൂസ്, വയനാട്.